മറ്റൊരു സിറിയ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനായി മാറുകയാണോ ഇന്ത്യയുടെ തൊട്ടയൽവക്ക രാജ്യമായ ബംഗ്ലാദേശ്? ബംഗ്ലാദേശിൽ നിന്നും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് നാട് വിടേണ്ടി വന്ന ആ ഒരു സാഹചര്യം നമുക്ക് ഏവർക്കും അറിയാം. അതിനുശേഷം ബംഗ്ലാദേശിൽ നിന്നും വരുന്നത് അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല. ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ഒപ്പം തന്നെ US പ്രസിഡന്റ് ജോ ബൈഡൻ തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധികളെ പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. ഒപ്പം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളെ കയറൂരി വിടുന്ന ഒരു സമീപനത്തിലേക്കാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടക്കാല സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അൽഖ്വയ്ദയുമായി ആഭിമുഖ്യമുള്ള തീവ്രവാദ സംഘടനയായ ABT എന്ന പേരിൽ അറിയപ്പെടുന്ന തീവ്രവാദ സംഘടനയായ അൻസറുള്ള ബംഗ്ലാ ടീം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ഭീകര സംഘടനയുടെ നേതാവ് ജംഷുദ്ദീൻ റഹ്മാനിയെ ഈ ഇടക്കാല സർക്കാർ ജയിലിൽ നിന്നും പുറത്തേക്ക് വിടുന്നു. അയാൾക്ക് നേരെയുള്ള കുറ്റാരോപണങ്ങൾ അല്ലെങ്കിൽ അയാൾക്ക് നേരെയുള്ള കേസുകൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബംഗ്ലാദേശ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിൽ ഉടനീളം ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു അരാജകത്വം, ഇസ്ലാമിക തീവ്രവാദം പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഒരു ഭീതിജനകമാണ് അല്ലെങ്കിൽ എത്രത്തോളം ഒരു ആശങ്ക സൃഷ്ടിക്കുന്നു? ഓർക്കുക, മറ്റ് രാജ്യങ്ങളെ പോലെയല്ല ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി. ഒരു പോറസ് അതിർത്തിയാണ്, ആയിരക്കണക്കിന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു അതിർത്തി. അത്തരമൊരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ ചെറു ചലനം പോലും ഇന്ത്യയെ ബാധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ വിഷയങ്ങളാണ് ഇന്നത്തെ നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോർജി. നമ്മൾ ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിലപാട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു വട്ടം നാം ചർച്ച ചെയ്തിരുന്നു. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യമല്ല ഇന്ന് ബംഗ്ലാദേശിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും രണ്ട് പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഒന്നാമത്തെ ഒരു സാഹചര്യം നമുക്കറിയാവുന്നതുപോലെ US പ്രസിഡന്റും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫോണിലൂടെ നടത്തിയ ഒരു ചർച്ച, ആ ചർച്ചയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. ഓർക്കുക, ഇന്ത്യയും US പ്രസിഡന്റും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിൽ ആ ഒരു വിഷയം ചർച്ചയാകണമെങ്കിൽ എത്രത്തോളം കലുഷിതമാണ് അല്ലെങ്കിൽ എത്രത്തോളം ഒരു സീരിയസ് ആണ് ആ ഒരു ഇഷ്യൂ എന്നത് നാം മനസ്സിലാക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശിലെ നാം അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം നാം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള പീഡനം, പ്രത്യക്ഷത്തിൽ നാം നോക്കുമ്പോൾ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമങ്ങളോ നടക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സ്ലോ ആയിട്ടുള്ള ഒരു കുടിയിറക്ക് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ നേരിടുന്നുണ്ട്. ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ, അത് ഹൈന്ദവരായിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ബുദ്ധമത വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അവരെ നിർബന്ധിതമായിട്ടും റിസൈൻ ചെയ്യിപ്പിക്കുന്നു. അവരുടെ കടകൾക്ക് നേരെ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു, കൊള്ളയടിക്കപ്പെടുന്നു. അതായത് കൊല്ലുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊല്ലുന്നില്ല, പക്ഷെ കൊല്ലുന്നില്ലേ എന്ന് ചോദിച്ചാൽ കൊല്ലുന്നുണ്ട്. അതായത് അവിടെ നിന്നും ആ നാട്ടിൽ നിന്നും അവരെ ഓടിച്ചു വിടുക. ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്, അതായത് ഈ പറയുന്ന ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് കൃത്യമായിട്ടും ഒരു എമൗണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആ രാജ്യത്ത് അവർക്ക് താമസിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തരത്തിലേക്കുള്ള ഭീഷണികൾ അവിടെ നടക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം, നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഈ അൽഖ്വയ്ദ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ അൽഖ്വയ്ദ വിഭാഗവുമായി ഏറ്റവും അധികം ബംഗ്ലാദേശിൽ ഒരു ആഭിമുഖ്യം പുലർത്തുന്ന ഒരു ABT എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുണ്ട്. അതായത് അൻസറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്ന സംഘടനയാണ്. അതിന്റെ ഒരു നേതാവ്, കൊടും ഭീകരൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും, ജംഷുദ്ദീൻ റഹ്മാനി എന്ന് പറയുന്ന ഒരു വ്യക്തി. അയാളെ എന്തുകൊണ്ട്, അയാളുടെ ഒരു റിലീസിനെ എന്തുകൊണ്ട് ഇന്ത്യ ആശങ്കയോടെ നോക്കിക്കാണണം എന്നതിന് പ്രധാനപ്പെട്ട ഒരു വസ്തുതകൾ ഇതൊക്കെയാണ്. അതായത് ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് വെള്ളിയാഴ്ചകളിൽ അവിടെ നടത്തുന്ന ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിൽ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്. ആരൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണോ അവരെയെല്ലാം കൊല്ലുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഈ പറയുന്ന ഭീകരന്റെ ഈ ഒരു പ്രഭാഷണം കേട്ട് ബംഗ്ലാദേശിൽ നിരവധി യുവജനങ്ങളാണ് ഈ ഭീകരവാദത്തിലേക്കും അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തിലേക്കും ആകർഷ്ടരാകുന്നത്. രണ്ടാമത്തെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംഡ് ആയിട്ടുള്ള ഒരു ജിഹാദി മൂവ്മെന്റിലൂടെ ബംഗ്ലാദേശിന്റെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കുക. ഓർക്കുക, ഈ പറയുന്ന ഷെയ്ഖ് ഹസീന ഈ പറയുന്ന വ്യക്തിയെ ജയിലിൽ അടച്ചതാണ്. ഇവരുടെ ABT എന്ന് പറയുന്ന ഭീകര സംഘടനയെ നിരോധിച്ചതാണ് 2016. പക്ഷേ ഈ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ വന്നപ്പോഴേക്കും ഈ കൊടും ഭീകരനെ, അതായത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ
ഉപഭൂഖണ്ഡത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുള്ള കൊടും ഭീകരനെ ഈ പറയുന്ന ഇടക്കാല സർക്കാർ റിലീസ് ചെയ്യുന്നു. പല ഘട്ടത്തിലും ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഭീകര സംഘടനയുടെ പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു സംഘടനയുടെ ഒരു പശ്ചാത്തലം കൂടി നാം ചിന്തിക്കണം. ഈ ബംഗ്ലാദേശിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ അമേരിക്കയ്ക്കെതിരെയും ഒക്കെ പോരാടാൻ വേണ്ടിയിട്ട് ഒരു ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയത്. അവർ പിന്നെ തിരിച്ചു വന്നപ്പോൾ കുറെ കൂടി റാഡിക്കലൈസ്ഡ് ആയിട്ടാണ് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വന്നത്. അവർ പിന്നെ ബംഗ്ലാദേശിൽ ചില തീവ്രവാദ സംഘടനകൾക്കൊക്കെ രൂപം കൊടുക്കുന്നു. അതായത് അതിന്റെ പേര് എന്ന് പറയുന്നത് JMB എന്നൊക്കെ പറയുന്ന ജമാഅത്തുൽ മുജാഹിദ്ദീൻ ബംഗ്ലാദേശ് എന്നൊക്കെ പറയുന്ന തീവ്രവാദ സംഘടന. ഈ സംഘടന ഒരു കാലഘട്ടത്തിൽ ഏകദേശം ബംഗ്ലാദേശിലെ 64 ഈ പറയുന്ന ഡിസ്ട്രിക്റ്റുകളിൽ 63 ഡിസ്ട്രിക്റ്റിലോളം ബോംബ് സ്ഫോടനം നടത്തി. തുടർന്ന് ആ സംഘടന അവർ നിരോധിക്കുന്നു. പിന്നെ ആ സംഘടനയുടെ പ്രവർത്തകരാണ് ഈ ABT എന്ന സംഘടനയിലേക്ക് വന്ന് ബംഗ്ലാദേശിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ മറ്റൊരു താലിബാൻ മോഡൽ ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക. അപ്പോൾ റോബിൻ, നമ്മുടെ ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. അതായത് ഈ പറയുന്ന ഈ സാഹചര്യങ്ങൾ, ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു മീഡിയ വലിയൊരു പ്രാധാന്യത്തോടെ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാനത് പറയാനുള്ള ഒരു കാര്യം, ജംഷുദ്ദീൻ റഹ്മാനിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ബ്ലോഗേഴ്സും ജേർണലിസ്റ്റുകളും. ഈ നിരവധി ബ്ലോഗേഴ്സിനെയും ജേർണലിസ്റ്റുകളെയും ഈ മനുഷ്യൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ ബംഗ്ലാദേശ് സർക്കാർ ഇപ്പോൾ പുറത്തുവിടുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം, അതായത് തീവ്രവാദികൾക്ക് യഥേഷ്ടം വിഹരിക്കാനുള്ള ഒരു സേഫ് സോണായിട്ട് അവിടെ മാറുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം നീക്കാനുള്ള സാഹചര്യം, പാകിസ്ഥാൻ ഒരു ഭരണകൂടം അവിടേക്ക് വരുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യയുടെ ചുറ്റും ഓൾറെഡി ഒരു കലുഷിതമാണ്. നേപ്പാൾ ആയിക്കോട്ടെ, മാൽദീവ്സ് ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ, മ്യാൻമാർ ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, അഫ്ഗാൻ ആയിക്കോട്ടെ, എല്ലാം കലുഷിതമായിട്ട് നിൽക്കുമ്പോൾ ഒരു കൂനിന്മേൽ കുരു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ബംഗ്ലാദേശ് കൂടി ഒരു തീവ്രവാദികളുടെ ഒരു സേഫ് സോണായിട്ട് മാറുന്ന ഈ ഒരു സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് സമ്മാനിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഷെയ്ഖ് ഹസീനയുടെ കാലം എന്ന് പറയുന്നത്, ഷെയ്ഖ് ഹസീന ഒരു പക്ഷേ അറിയപ്പെടുന്നത് ഒരു അയൺ ലേഡി പോലെ, എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി പോലെ, അതെ മാർഗരറ്റ് താച്ചർ പോലെ, അങ്ങനെ അതിലും ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് അവർ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിം വേൾഡിൽ ഒരുപക്ഷെ ഇതുപോലെ അധികാരത്തിലിരുന്ന ഒരു സ്ത്രീ വേറെ ഉണ്ടാവില്ല. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവർ. അവരുടെ കാലത്ത് വളരെ വലിയ എക്കണോമിക്കൽ ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് മറ്റേ എക്സ്പോർട്ടർ ആയിരുന്നു ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽസിന്റെ കാര്യത്തിൽ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായി. അത് കഴിഞ്ഞ് അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീടുണ്ടായ ഡെവലപ്മെന്റ്സ് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു പാകിസ്ഥാന്റെ ഒരു രീതിയിലേക്ക് മാറുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്ന് വെച്ചാൽ, ഇപ്പോൾ ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം പിന്നീട് ഈ അധികാരത്തിലേക്ക് എത്തുന്ന മിലിറ്ററിയും, പിന്നെ അതിനെ സബോർഡിനേറ്റ് ചെയ്യാൻ ഒരു ഇസ്ലാമിക് അജണ്ടയോട് കൂടിയ, ഇസ്ലാമിക് ബാക്കപ്പോട് കൂടിയ ഒരു സെക്ഷൻ ഓഫ് ആളുകൾ. ഇവർ രണ്ടുപേരും എത്തുന്നത് നമുക്ക് പാകിസ്ഥാനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ മിക്സ് ആണ് അവിടുത്തെ ഗവൺമെന്റ്. മിലിറ്ററി മിലിറ്ററി അൾട്ടിമേറ്റ് കൺട്രോൾ മിലിറ്ററിയുടെ കയ്യിൽ, പിന്നെ ഒരു പേരിന് വേണ്ടി ഒരു ജനാധിപത്യ ഗവൺമെന്റ്. ആ ജനാധിപത്യ ഗവൺമെന്റിനെ തന്നെ അതിന്റെ എസൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിസമാണ്. ആ രീതിയിലാണ് ആ ഗവൺമെന്റ് മൂവ് ചെയ്യുന്നത്. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എടുത്ത് നോക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ ഷെയ്ഖ് ഹസീന ഭരിക്കുന്ന കാലത്ത് തന്നെ ഈ പാകിസ്ഥാനോട് താല്പര്യമുള്ള ആളുകൾ അവിടെ ധാരാളമുണ്ട്. മിലിറ്ററിയിൽ തന്നെ, കാരണം മിലിറ്ററിയെ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരാണ് ട്രെയിൻ ചെയ്തത്, അതിനുശേഷം പാകിസ്ഥാനികളാണ് ട്രെയിൻ ചെയ്തത്. അപ്പോൾ മിലിറ്ററിയിൽ തന്നെ പാകിസ്ഥാനോട് അനുകൂലമായ മനോഭാവമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഇന്ത്യയോടുള്ള സ്നേഹത്തെക്കാൾ, ഒരു അടുപ്പത്തെക്കാൾ ഏറ്റവും കൂടുതൽ അവർക്ക് പാകിസ്ഥാനോടാണ് അടുപ്പം കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉള്ള ഒരു സ്ഥലത്ത് വളരെ സമർത്ഥമായി ഭരിച്ചിരുന്നു ഷെയ്ഖ് ഹസീന എന്നുള്ളതാണ്. ഇപ്പൊ ഈ നമ്മൾ പുറത്തുവിട്ടെന്ന് പറഞ്ഞ തീവ്രവാദി അടക്കം, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുന്നത് അടക്കം, ഇതുപോലെ പല കാലഘട്ടങ്ങളിൽ ബംഗ്ലാദേശിൽ ഇതുപോലെ കമ്മ്യൂണൽ റയോട്ടുകൾ, അൺട്രസ്റ്റുകൾ എല്ലാം ഉണ്ടായതാണ്. അതിനെല്ലാം അവർ സമർത്ഥമായി നേരിട്ട് ബംഗ്ലാദേശിനെ അവരുടെ സെക്കുലർ കാഴ്ചപ്പാടിൽ അവർ ബംഗ്ലാദേശിനെ ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷേ അപ്പോൾ പോലും ഇതിന്റെ പുറകിൽ പലപ്പോഴായി ഈ തീവ്രവാദികൾ നടത്തി വന്നിരുന്ന ഈ എന്താ പറയാ, ബംഗ്ലാദേശിനെ പിടിച്ചടക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ ഇപ്പോൾ വിജയിച്ചു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഇപ്പോൾ അവർ പോലും പറയുന്നില്ല ഇതൊരു ഇടക്കാല ഗവൺമെന്റ് എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഈ ഇടക്കാല ഗവൺമെന്റ് എന്തോരം സാധ്യതകളുണ്ടെന്നോ വെറും ഉപദേഷ്ടാക്കളാണ്. ഇതിൽ എത്രത്തോളം സാധ്യതയുണ്ടെന്നോ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നോ ഒന്നും നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ കഴിയില്ല. അപ്പോൾ ഈ അടുത്ത് തന്നെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത് കൂടാതെ സൈന്യവും പാരാമിലിറ്ററി ഫോഴ്സും അവിടുത്തെ സ്റ്റുഡൻസും തമ്മിൽ വലിയൊരു റയോട്ട് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇപ്പം ഷെയ്ഖ് ഹസീന രാജിവെക്കുന്ന ആ സമയം വരെ 300 ആളുകൾ മരിച്ചു എന്ന് പറയുന്നു.
അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പൊ 600ഓളം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പല കമ്മ്യൂണൽ റൈറ്റുകൾ ഉണ്ടായി. ഈ ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് ശേഷം ന്യൂനപക്ഷങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളത് വളരെ വലിയൊരു സംഗതിയാണ്. ഇതിനോട് ചേർത്താണ് നമ്മൾ പലപ്പോഴും ഇന്ത്യയെ കൂടി നമ്മൾ ഇതിന്റെ സാഹചര്യങ്ങൾ വിലയിരുത്തേണ്ട സാഹചര്യമുള്ളൂ. കാരണം ഈ കഴിഞ്ഞ ദിവസം ആസാമിൽ നിന്നും ഒരു സംഭവം ഉണ്ടായത്. ആസാമിൽ നിന്നും അവിടുത്തെ ഗവൺമെന്റ് തലത്തിൽ നിന്ന് തന്നെ അവിടെയുള്ള മുസ്ലിങ്ങൾ, ഈ ബംഗ്ലാദേശികളായ ആളുകൾ തിരിച്ചു പോകണം എന്നുള്ള രീതിയിൽ അവിടെ വലിയൊരു അൺട്രസ്റ്റ് ഉണ്ടാകാനുള്ള ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഏകദേശം ഒരു 2 കോടി 3 കോടിയോളം ബംഗ്ലാദേശികൾ ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കിയാൽ പോലും അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന എല്ലാ ആക്രമണങ്ങൾക്കും തിരിച്ചു വളരെ വലിയൊരു പ്രത്യാഘാതം ഇന്ത്യയിൽ ഈ സാഹചര്യത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ വലിയ തോതിൽ വിലയിരുത്തേണ്ടതാണ്. കാരണം ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഒരു അൺട്രസ്റ്റ് അതേപോലെ ഇന്ത്യയിലും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ട അതേ സമയത്ത് ഇവിടെ RSS കേഡറിലുള്ള ചില ആളുകൾ ബംഗ്ലാദേശിന്റെ ഭാഗത്തേക്ക് നീങ്ങിയതായിട്ടുള്ള വാർത്തകൾ, അനൗദ്യോഗിക വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ അത് ഔദ്യോഗികമാണെങ്കിലും അനൗദ്യോഗികമാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകേക്കാം എന്നുള്ള ഒരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇനി ഇച്ചിരി കൂടെ ഒരു ബ്രോഡർ ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഒരുപാട് കാശ് മുടക്കുന്നു, ഒരുപാട് എഫേർട്ട് അവിടെ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ബംഗ്ലാദേശിന്റെ നമുക്ക് 4000 കിലോമീറ്ററോളം അതിർത്തി മേഖല നമ്മൾ പങ്കിടുന്നു. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് മുഴുവൻ ഹൈലി ഡെൻസ്ഡ് ആണ്, ഒരുപാട് പോപ്പുലേഷൻ ഉള്ള ഏരിയയാണ്. ബംഗ്ലാദേശ് നമുക്കറിയാം 17 കോടി മനുഷ്യന്മാരുണ്ട്. വെറും 1.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ 17 കോടി മനുഷ്യന്മാർ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതിന്റെ അതിർത്തി മേഖലകൾ, ഇന്ത്യയോട് അതിർത്തി പങ്കിടുന്ന ഇപ്പൊ ബംഗാളിന്റെ മേഖലകളാണെങ്കിലും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മേഖലകളാണെങ്കിലും വളരെയധികം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഏരിയകളാണ്. ഇവിടെ നോക്കി എത്രത്തോളം നിയന്ത്രണം നടക്കുന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. നമ്മൾ പറഞ്ഞു വരുന്നത്, പാകിസ്ഥാനിലെ പോലെ തീവ്രവാദത്തെ ഇന്ത്യയിലേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം അത് ഇന്ത്യക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിരിക്കും. ഇന്ത്യയുടെ ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിരിക്കും എന്നുള്ളതാണ്. അത് കറക്റ്റാണ് ജോജി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമുക്കിപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പാകിസ്ഥാനിൽ അതിർത്തി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നു, ചൈനയായിട്ട് വിഷയങ്ങൾ നടക്കുന്നു. കുറെ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷത്തിനടുത്ത് ബംഗ്ലാദേശ് അതിർത്തിയിൽ കാര്യമായിട്ടുള്ള പ്രശ്നമില്ല. കാരണം ഷെയ്ഖ് ഹസീന ഒരു പ്രോ ഇന്ത്യ ചിന്താഗതി ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ബംഗ്ലാദേശിന്റെ ഒപ്പം തന്നെ ഇന്ത്യയുടെയും സുരക്ഷ സൈമൾട്ടേനിയസ് ആയിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു. അതിനു മുമ്പൊക്കെ നമുക്കറിയാം അവിടെ ഒരു ആയുധം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ തീവ്രവാദികളുടെ സേഫ് സോൺ അല്ലെങ്കിൽ സേഫ് ഹബ്ബായിട്ട് ബംഗ്ലാദേശ് പ്രവർത്തിക്കുന്നു, തീവ്രവാദികളുടെ ട്രാൻസിറ്റ് ഹബ്ബായിട്ട് ബംഗ്ലാദേശ് പ്രവർത്തിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ വരാം. അതായത് ഈ നോർത്ത് ഈസ്റ്റില് ഈ പ്രത്യേകിച്ച് 2014 ശേഷം വലിയ രീതിയിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ ഇടയായതിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു നല്ല ബന്ധമായിരുന്നു. ഒരു പ്രോ ഇന്ത്യ ഗവൺമെന്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു സമാധാന ചർച്ചകൾക്കൊക്കെ തുടക്കമിടാനും സമാധാനം സ്ഥാപിക്കാനും സാധിച്ചത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ചലഞ്ചസ് അല്ലേ ഈ ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് നടക്കുന്ന ഈ ഒരു വിഷയങ്ങൾ ഇന്ത്യക്ക് സമ്മാനിക്കുക? അത് സുരക്ഷാ കാര്യങ്ങളിലായിക്കോട്ടെ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, നയതന്ത്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിക്കോട്ടെ, ഇല്ല, ഒരു മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ചലഞ്ചസ് അല്ലേ ഇന്ത്യയെ നേരിടാൻ സാധ്യതയുള്ളത്? ജോർജ്, ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അവസ്ഥ കടന്നു പോകുന്ന ഒരു വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഈ വെസ്റ്റ് ഏഷ്യയിലെ ആ ഒരു അൺട്രസ്റ്റ് എന്നുവെച്ചാൽ ഇസ്രായേലും പാലസ്തീനുമുള്ള യുദ്ധം, അതെങ്ങനെയാണെങ്കിലും ഇന്ത്യക്ക് അതിൽ ഇന്ത്യ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ആരെ തള്ളിക്കളയാൻ പറ്റിയത്? നമുക്കറിയാം, ഇസ്രായേലിൽ നമുക്ക് പലപ്പോഴും സഹായം കിട്ടിയിട്ടുണ്ട്. അവർ പാലസ്തീൻ ജനതയെ നമുക്ക് കംപ്ലീറ്റ് ഒരിക്കലും ഇന്ത്യയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യയുടെ പോളിസി പ്രകാരം നമുക്ക് അവരെ കംപ്ലീറ്റ് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ വെസ്റ്റ് ഏഷ്യയിൽ ആ ഒരു അവസ്ഥ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഈവൻ ശ്രീലങ്കയിൽ അല്ലെങ്കിൽ ചൈനയിൽ ഇതൊന്നും ഇവിടുത്തെ ഒന്നും അവസ്ഥകൾ ഇന്ത്യക്ക് ഒരിക്കലും ഫേവർ അല്ല. ആ അവസ്ഥയിലാണ് ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഒരു പ്രോ ഇന്ത്യ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഗവൺമെന്റ് ആയിരുന്ന ഈ ഒരു ബംഗ്ലാദേശിൽ ഇപ്രകാരം സംഭവിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഈ സ്റ്റുഡൻസ് എഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള അവരുടെ ആ ഒരു മൂവ്മെന്റ് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് സംവരണത്തിനെതിരെ അത് 100% പുറത്താക്കുക. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ട്രാജഡി വന്നു. അവിടെ മനസ്സിലാക്കണം ഇപ്പോൾ സംഭവിക്കുന്ന ഈ അൻസാർ സേന എന്ന് പറഞ്ഞ ഇവിടെ റോം പറഞ്ഞ പോലെ അവിടുത്തെ ഈ പാരാമിലിറ്ററി ഫോഴ്സ് എന്നൊക്കെ പറയുന്നു, പക്ഷെ അവർക്ക് ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഈ ഫോഴ്സും അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ അങ്ങോട്ട് ശക്തമാക്കുകയാണ്. അപ്പൊ അവർ പറഞ്ഞു വെച്ചാൽ ഇതെല്ലാം ദേശവൽക്കരണം,
ഇവിടെ ബംഗ്ലാദേശികൾ മാത്രം മതി. അങ്ങനെ ആ ഒരു പോളിസിയിൽ അവിടെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ തീവ്രവാദികളുടെ ഒരു സാന്നിധ്യം ഉള്ളത്. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രവർത്തനം ഇങ്ങനെ അങ്ങോട്ട് ശക്തമായപ്പോൾ എന്ത് വെച്ചു, സ്റ്റുഡൻസ് അഗേൻസ്റ്റ് ഡിസ്ക്രിമിനേഷനുള്ള അവരും ഇതിനെതിരെ അങ്ങോട്ട് ശക്തമായ ഒരു പ്രതിരോധം വന്നു. സംഭവിച്ചു വന്നതൊന്നുമല്ല, പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ട് ഭയങ്കര കലഹമായി. കലഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതല്ല, അവരുടെ സ്ട്രീറ്റുകൾ കൊലക്കളങ്ങളായി മാറി. എനിക്ക് തോന്നുന്ന ഒരു 1000-ഓളം പേര് കൊല്ലപ്പെട്ടു, അവരുടെ സ്റ്റുഡൻസ് ജയിലിലാകുന്നു. അങ്ങനെ കാര്യങ്ങൾ കൊണ്ട് പിടിവിട്ടു. എന്നുവെച്ചാൽ ശരിക്കും ഡൊമസ്റ്റിക് കംപ്ലീറ്റ് അൺട്രസ്റ്റ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇപ്പൊ ശരിക്കും ഇപ്പോൾ ഗവൺമെന്റിന് അവരും നോക്കുന്നില്ല, അവർക്ക് കാര്യമായിട്ട് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതി സംജാതമാകുമ്പോൾ തൊട്ടടുത്ത അയൽരാജ്യമായി ഇന്ത്യ, നമ്മൾ ഈ 4000 കിലോമീറ്ററുള്ള ഈ ഒരു നമ്മുടെ ഈ ബോർഡർ ഹൈലി ഡെൻസ് മാത്രമല്ല, അവിടെ കാര്യമായ സെക്യൂരിറ്റി ഒന്നുമില്ല. ചുമ്മാ നടന്നു വെള്ളം കിടക്കാം, അവിടെ ആരും അല്ലെങ്കിൽ തടയൊന്നുമില്ല. നമുക്ക് ചുമ്മാ അങ്ങോട്ട് ഒരു 2 രാജ്യങ്ങളുടെ ആ ഒരു ബോർഡർ ആണെങ്കിൽ പോലും അവിടെ യാതൊരു ചെക്കിങ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അത്രമാത്രം ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു ബോർഡർ നമ്മൾ ബംഗ്ലാദേശുമായിട്ട് നമ്മൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഓരോരോ സ്ഥിതിവിശേഷങ്ങളും അല്ലെങ്കിൽ ഓരോരോ വ്യത്യാസങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാം? ഇനി ഞാൻ മറ്റൊരു അവസ്ഥ പറയുകയാണെങ്കിൽ, ഈ മോഡി ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഈസ് ഫ്ലെക്സിങ് ഗ്ലോബലി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഇന്ത്യ ഈ ഒരു യുക്രൈൻ റഷ്യ ആ ഒരു ഇഷ്യൂവിൽ ഇടപെടാൻ കാണിച്ച ആ ഒരു ധൈര്യം തന്നെ, അവിടെ അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും റഷ്യ ഒരു അല്പമെങ്കിലും ഒരു ഫേവർ ആയിട്ടുള്ള ഒരു നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അല്പമെങ്കിലും കേൾക്കുന്ന ഒരു ലീഡറായിട്ട് മോദി മാറി. അവിടെ സെലൻസ്കി കാണാൻ പറ്റി. അതൊക്കെ ലോകരാഷ്ട്രങ്ങൾ വളരെ അവർക്ക് അവരുടെ അവസ്ഥ എന്താണല്ലോ അവർ വളരെ ഒരു ആകാംക്ഷയോടെ നോക്കുകയാണ് ശരിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് മോഡി ഈ സംഭവിച്ചതെന്ന് വെച്ചാൽ മോഡി പോയി പുടിനെ കാണുന്നു, സെലൻസ്കി കാണുന്നു, അതിനുശേഷം ബൈഡനെ വിളിക്കുന്നു. എന്താ അവസ്ഥ അറിയാമോ? മോഡിയുടെ അവസ്ഥ ശരിക്കും മോഡി ബൈഡനോട് ഇപ്രകാരം ഈ ഒരു ബംഗ്ലാദേശിലെ അൺട്രസ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ കാരണമുണ്ട്. നമുക്കറിയാം അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവിടുത്തെ ആ ഒരു കഥയെല്ലാം മാറി. ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ടു, അവരുടെ ആ ഒരു പ്രൈമറി ആ ഒരു ഒബ്ജക്റ്റെല്ലാം എല്ലാം സ്ഥാപിക്കപ്പെട്ടു. പക്ഷെ ഇപ്പൊ ആ കഥ മാറി. ഇപ്പൊ ശരിക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്താൻ പോകുക. അപ്പം ഈ ഒരുപരിവരെയും ഈ ഒരു ഹിന്ദുത്വ അജണ്ടയുണ്ട് BJPക്ക് ശരിക്കും. അപ്പം ആ അജണ്ട കീപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ അജണ്ടയെ പൊക്കി പിടിക്കേണ്ടത് മോഡിയുടെ ഒരു വലിയ കടമയാണ്. അപ്പൊ ഈ ഒരു അടുത്ത അയൽ രാജ്യത്ത് ഇങ്ങനെ ഹിന്ദുക്കള് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടുകൊണ്ട് മോഡിക്ക് അതിൽ നിൽക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് എഗൈൻസ്റ്റ് ദെയർ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. അവിടെയാണ് പ്രശ്നം. അതാണ് മോഡി ഈ വിളിച്ചത്, ജസ്റ്റ് ബൈഡനെ വിളിച്ച് ചോദിച്ചത് എന്തെങ്കിലും എനിക്ക് തോന്നുന്നത് വെച്ചാൽ അമേരിക്കൻ ഇന്റർഫിയറൻസ് വരെയും പ്രതീക്ഷിക്കും. നമുക്കറിയില്ല കേട്ടോ. നമ്മൾ മറ്റു രീതിയിലൂടെ ഗ്ലോബലി നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ് ഇതിന്റെ പുറകിൽ അമേരിക്കയ്ക്കും ഒരു താല്പര്യമുണ്ട്. മറ്റൊന്നല്ല ജോർജി, മറ്റൊന്നല്ല ഇന്ത്യയുടെ ഒരു സ്വാധീനത വർദ്ധിക്കുന്നത്. അതിപ്പം ചൈനയ്ക്കാണേലും അതുപോലെ US-നാണേലും വെസ്റ്റിനാണേലും അവിടെ അവർക്ക് പ്രശ്നമുണ്ടോ? ശരിക്കും ഇന്ത്യ ഒരു ഇക്കണോമിക് പവർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ പവർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു വാക്കിന് ഒരു പരിധിക്കുള്ള സ്വാധീനത വരുന്നത് ആർക്കും ഇഷ്ടമല്ലത്. അപ്പൊ ഇങ്ങനെ ഒരു തികച്ചും എന്താ പറയുക പ്രത്യേകമായ ഒരു സാഹചര്യങ്ങളിലൂടെ ഇന്ത്യ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഓരോ കാര്യവും ഇത് നമുക്ക് വളരെ പറയുമല്ലോ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയുടെ കരം ഇതിന്റെ പുറകിലുണ്ട്. ആ തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞ ജോർജ് പറഞ്ഞ പോലെ ഇത് ഒരു ഭീകര സംഘടനകളുടെ കയ്യിലേക്ക് ഇതിന്റെ പൂർണ്ണമായ ആ ഒരു നിയന്ത്രണം അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ബംഗ്ലാദേശ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്ക് എല്ലാ കാലം അതൊരു വലിയ ഭീഷണിയായിരിക്കും ചെയ്യും. ഓക്കെ, അത് കറക്റ്റാണ്. മറ്റൊരു ആസ്പെക്ട് കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ തോന്നുന്നു. ഈ ബംഗ്ലാദേശിന്റെ 1972 ബംഗ്ലാദേശ് എന്നൊരു രാജ്യം ഫോം ചെയ്യുന്നത്. 1975 അതിന്റെ സ്ഥാപക നേതാവ് ഈ പറയുന്ന മുഷീബുർ റഹ്മാൻ കൊല ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഏകദേശം 2 ഡസനോളം പട്ടാള അട്ടിമറികളാണ് ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ളത്. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ പല ഘട്ടത്തിലും പട്ടാളമാണ് അവിടെ ഭരിച്ചിരുന്നത്. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഒരു സെക്യുലർ മുഖമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയെ മുൻനിർത്തുന്നു. ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ അവിടെ രൂപീകരിച്ചു എന്ന് പറയപ്പെടുന്നു. ആ സർക്കാരിൽ പങ്കാളിത്തം വഹിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആശയം പേറുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ അതിൻ്റെ ഉള്ളിൽ. അതിന്റെ റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലാണ്? റിമോട്ട് കൺട്രോൾ ഈ പട്ടാളത്തിന്റെ കയ്യിലാണ്. നമുക്കറിയാം ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ ബംഗ്ലാദേശിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണ്. ബംഗ്ലാദേശിന് കാര്യമായിട്ട് ഒരു ശത്രു രാജ്യങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറയുന്ന രാജ്യങ്ങൾ ഒന്നുമില്ല. ഒരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മറു സൈഡിൽ അങ്ങനെ ഉള്ളൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു മിലിറ്ററിയുടെ ഒരു ഗ്രോത്ത് നാം പഠിക്കേണ്ടതാണ്. അതായത് ഇന്ത്യ എങ്ങനെയാണ്, ഇന്ത്യയുടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അതിന്റെ എത്ര പെർസെന്റേജ് ആണ് ഒരു മിലിറ്ററി എക്സ്പെൻഡിച്ചർ വരുന്നത്, സമാനമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഗ്രാഫിന്റെ ട്രജക്ടറി ബംഗ്ലാദേശിന്റെ കാര്യത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാറി മാറി അവിടെ ജനാധിപത്യ വ്യവസ്ഥയിൽ വരുന്ന ഭരണകൂടങ്ങൾക്കറിയാം മിലിറ്ററിനെ പ്ലേസ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വാരിക്കോരി അവർക്ക് ഫണ്ട് നൽകുന്നു, ആയുധങ്ങൾ നൽകുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. കാരണം
കാര്യമായിട്ടുള്ള ഭീഷണികൾ അവർ നേരിടേണ്ടി വരുന്നത്. അത് നേവിയുടെ കാര്യത്തിലായിക്കോട്ടെ, എയർഫോഴ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഈ പറയുന്ന കാലാൽപ്പടയുടെ കേസിലായിക്കോട്ടെ, വലിയ രീതിയിലുള്ള ഫണ്ടിങ്. നമ്മളിവിടെ കാണിക്കുന്ന ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു രൂപമാണ് ഒരു മിലിറ്ററി ഒരു അപ്പീസ്മെന്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിലിറ്ററി വലിയ രീതിയിലുള്ള ഒരു സ്ട്രോങ് ഫോഴ്സ് ആയിട്ട് അവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ സംഭവിക്കുന്ന രണ്ട് അപകടങ്ങളുണ്ട്. ഒന്ന്, ഈ മിലിറ്ററിയിലേക്ക് ഇവർ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത്, അതായത് ഈ മിലിറ്ററിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആളുകളുടെ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത് ഒരു 5% ആണെങ്കിൽ അത് ഒരു ഘട്ടത്തിൽ ഒരു 35%ലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു തീവ്രവാദ സംഘടന അല്ലെങ്കിൽ അതിന്റെ ഒരു വേറൊരു വേർഷനായിട്ട് ഒരു പക്ഷേ ബംഗ്ലാദേശ് ആർമി മാറിക്കഴിഞ്ഞിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ രീതിയിലുള്ള ആയുധങ്ങളും കാര്യങ്ങളും അവിടെ ലഭിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ താലിബാൻ എങ്ങനെയാണോ അഫ്ഗാൻ ഭരിക്കുന്നത്, സമാനമായിട്ടുള്ള രീതിയിലൂടെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ റിമോട്ട് കൺട്രോളിലൂടെ ബംഗ്ലാദേശ് മിലിറ്ററി ബംഗ്ലാദേശ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആണ് അവിടെ സൃഷ്ടിക്കുന്നത്. മാത്രമല്ല അതിന് പിന്നിൽ പിന്നെ പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പ്രോ പാകിസ്ഥാൻ, ഇപ്പൊ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ജമാഅത്തി അല്ലെങ്കിൽ BNP പോലുള്ള പാർട്ടികൾ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് വ്യാപകമായിട്ടുള്ള രീതിയിൽ മൈനോറിറ്റീസിനെതിരെയുള്ള അതിക്രമങ്ങൾ അവിടെ വർദ്ധിക്കും. 2001 നാം അത് കണ്ടതാണ്. നിരവധി ഹൈന്ദവരായിട്ടുള്ള സ്ത്രീകളാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ അതുകൂടി നോക്കുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം ഒരു സുരക്ഷിതരാണ് റോബിൻ. അതായത് ഞാനത് പറയാനുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ളവർ പലപ്പോഴും ഈ ഗാസയിലെ വിഷയങ്ങൾ, സേവ് ഗാസ, ഗാസയിലുള്ളവർക്ക് നീതി ലഭ്യമാക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പ്രസംഗിക്കുന്നു, റാലികൾ നടത്തുന്നു, ഐക്യദാർഢ്യ റാലികൾ നടത്തുന്നു. പക്ഷെ അധികം ഒന്ന് ദൂരെ പോകേണ്ട തൊട്ടടുത്ത ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇവർക്ക് മിണ്ടാട്ടം മുട്ടുന്നു അല്ലെ? അതൊരു ഇരട്ടത്താപ്പല്ലേ ശരിക്കും? ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബംഗ്ലാദേശികളുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളൊരു രീതിയിൽ പറഞ്ഞൊരു കാടൻ സ്വഭാവമാണ് എന്നുള്ളൊരു അങ്ങനെ ഒരു വശമുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പം ആസാമിൽ നിന്നും ഇവരെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അതിന്റെ പിന്നിലുണ്ടായിരുന്നു നോക്കുമ്പോൾ ബംഗ്ലാദേശികളായിരുന്നു. നമ്മുടെ ഇവിടെയും ഇതുപോലെ ബംഗ്ലാദേശികൾ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ബംഗ്ലാദേശിൽ ഇതുപോലെ തീവ്രവാദ സംഘടനകൾ സൈന്യത്തിലും അടക്കം ഇതുപോലെ തീവ്രവാദ സംഘടനകൾ കടന്നു വരുമ്പോൾ ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ബംഗ്ലാദേശികളും ഇതേപോലെ സമാന മനസ്കരായ ആളുകളാണെങ്കിൽ ഇന്ത്യയിൽ ഇവർക്ക് അങ്ങോളം ഇങ്ങോളം അൺട്രസ്റ്റുകൾ സൃഷ്ടിക്കുക എന്നുള്ളത് എളുപ്പമാണ്. ഇപ്പോൾ ഇന്ത്യ കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പൊ പല സംസ്ഥാന സർക്കാരുകളോട് പറഞ്ഞു ഇവിടെ അൺഒഫീഷ്യലായിട്ട് ആരൊക്കെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ആളുകളുടെ കൃത്യമായ ഡേറ്റ ഉണ്ടാക്കണം എന്ന് കൃത്യമായി ഇപ്പൊ നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തീവ്രവാദ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് വരികയും ഇന്ത്യയോട് ഓൾറെഡി ഇപ്പോൾ തന്നെ അവർക്ക് ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമില്ല, ഇന്ത്യയോട് അത്ര അടുപ്പമില്ല. ആ ഒരു സാഹചര്യത്തിൽ അവിടെ വരുന്ന ഗവൺമെന്റിൽ തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കുകയും പാകിസ്ഥാന്റേതായ ഒരു അവസ്ഥ വരികയും ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാം. പാകിസ്ഥാനുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒരു മനുഷ്യനും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ആരെങ്കിലും ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ പോലും അത് വലിയ പ്രശ്നമാണ്. പക്ഷെ അങ്ങനെയല്ല ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ. ബംഗ്ലാദേശിലെ ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ താമസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് ബംഗ്ലാദേശിൽ ഇതുപോലെ തീവ്ര സ്വഭാവമുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാവുകയും ഇന്ത്യയുമായിട്ട് നിരന്തരം അത് സംഘർഷത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും അവിടെ നിന്ന് ഒരുപക്ഷെ തീവ്രവാദികളെ ഇങ്ങോട്ട് കയറ്റി അയക്കേണ്ട ആവശ്യം പോലുമില്ല. അവിടെ ഇരുന്ന് തന്നെ റിമോട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പാകത്തിൽ അത്രയ്ക്കും അൺട്രസ്റ്റ് ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ പാകത്തിൽ ശക്തമാണ് ഇവിടുത്തെ ബംഗ്ലാദേശികൾ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ബംഗ്ലാദേശിന്റെ അതിർത്തികൾ പരിശോധിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഏകദേശം 54 നദികള് പുഴകള് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നുണ്ട്. ഇപ്പൊ ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്. അത് കൂടാതെ അപ്പോൾ ഇത്രയും നദികൾ അങ്ങോട്ട് ഒഴുകി. ഇതിന്റെ എല്ലാം അതിർത്തികൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കല്ലുകൾ കൂട്ടി വെച്ച് അവിടെ ഒരു സൈഡിൽ ഒരു പട്ടാളക്കാരൻ നിന്ന് നിരീക്ഷിക്കുന്നു, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ നിൽക്കുന്നു. ഇതാണ് അതിർത്തി എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ കമ്പിവേലി കിട്ടുന്നത് പോലെ കമ്പിവേലി കെട്ടി വെച്ചിട്ടുള്ള അവസ്ഥകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള വളരെ നാരോ ആയിട്ടുള്ള വളരെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ഒരു അതിർത്തി ബംഗ്ലാദേശുമായി നമ്മൾ പങ്കിടുന്നു എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൽ ഒരു തീവ്രവാദ ഗവൺമെന്റ്, തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് അവിടെ വരുന്നു. അതിന്റെ പിന്നിൽ വഹാബിസം, ഇപ്പം സൗദി അറേബ്യയിൽ നിന്ന് കയറ്റി അയച്ച വഹാബിസവും പാകിസ്ഥാനിൽ നിന്ന് വന്ന ജമാഅത്തെ ഇസ്ലാമി എല്ലാം കൂടെയാണ് ഇപ്പൊ അവിടെ നിയന്ത്രിക്കുന്നത്. അതുപോലെയുള്ള സംഘടനകൾ, അതിന്റെ ഉപസംഘടനകള്, തീവ്രവാദ സംഘടനകൾ ഇതെല്ലാം കൂടെ ഭരണത്തിലേക്ക് കൈകടത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ രൂക്ഷമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് ബംഗ്ലാദേശിനുള്ളിൽ മാത്രമല്ല ഇന്ത്യക്കുള്ളിൽ പോലും വളരെ രൂക്ഷമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജോർജി, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്. നമ്മുടെ ഈ മൗലിക സ്വഭാവമുള്ള ഒരു സംഘടനകൾ ഭരിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളിലും അവിടുത്തെ മൈനോറിറ്റിയുടെ അവസ്ഥ
വളരെ വളരെ മോശമാണ്. അതിപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ പാകിസ്ഥാൻ എടുത്തു അല്ലെങ്കിൽ നമ്മൾ ഈ അഫ്ഗാനിസ്ഥാൻ എടുത്തു, മറ്റ് പല രാഷ്ട്രങ്ങൾ എടുത്തു. അപ്പം നമുക്ക് വളരെ ഒരു ആശ്വാസം ഉണ്ടായിരുന്ന വെച്ചാൽ ബംഗ്ലാദേശിലെ ഭരണം ഇതുവരെയും ആ രീതിയിലുള്ള ഒരു വ്യക്തിഗത ആയിരുന്നില്ല, അല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ള ഒരു വ്യക്തിയിലായിരുന്നില്ല, വളരെ ഒരു ലിബറലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പെട്ടെന്ന് ഈ ഒരു ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ, ഷെയ്ഖ് ഹസീന അവിടുന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ന്യൂസ് കേൾക്കാൻ തുടങ്ങി. അവിടുത്തെ ഹിന്ദുക്കളാണ് പ്രത്യേകിച്ച്, ക്രിസ്ത്യൻസിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഒന്നും കേൾക്കുന്നില്ല. നമുക്കറിയില്ല അതിന്റെ കാരണത്തെക്കുറിച്ച് എടുത്തില്ല. പക്ഷെ ഹിന്ദുക്കളുടെ അവസ്ഥ വളരെ വളരെ മോശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അവിടെ അവർ പറയുന്നത് അവാമി ലീഗ് പ്രവർത്തകരെയാണ് ആക്രമിക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പുറമേ കേൾക്കുന്നത് അവിടുത്തെ ഹിന്ദു ആ കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള, അവരുടെ അമ്പലങ്ങൾക്കെതിരെയുള്ള, അവരുടെ വീടുകൾക്കെതിരെയുള്ള, അല്ല അവരുടെ സ്ഥാപനങ്ങൾക്ക്, അതുപോലെ അവരുടെ പ്രോപ്പർട്ടി, അപ്പം ഇങ്ങനെയുള്ള വ്യാപകമായ ഒരു ആക്രമണമാണ്. അപ്പം ഇനിയുള്ള കാലത്ത് അവിടുത്തെ ജീവിതം, ഇനിയിപ്പം ഞാൻ പറയുകയാണ്, ഇനി അവരുടെ ഭരണം, ഇപ്പോഴുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഒരു ലിബറലാണ്, അല്ലെങ്കിൽ അദ്ദേഹം വളരെ അവിടുത്തെ ജനങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മൗലിക സ്വഭാവം എന്നൊക്കെ പറയാം. പക്ഷെ എങ്കിലും ഇതിന് ശേഷം ഭരണം വരാൻ പോകുന്ന ആരുടെ കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവിടെയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. അതൊരു തീവ്ര സ്വഭാവമുള്ള സംഘടനകളിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ റോവും പറഞ്ഞ പോലെ അത് മിലിറ്ററിയിലേക്ക് പൂർണ്ണമായി പോവുകയാണെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ വളരെ വളരെ മോശമാണ്. നമ്മൾ കാണുന്നുണ്ട് പാകിസ്ഥാനിൽ നമ്മൾ അനുദിനം കേൾക്കുന്ന ഒരു സംഭവങ്ങൾ, വളരെ നമ്മുടെ ഹൃദയത്തിൽ വേദന ഉളവാക്കുന്ന സംഭവങ്ങളാണ്, നമ്മുടെ കരളിലെന്ന സംഭവങ്ങൾ. അപ്പോൾ അതിനേക്കാൾ മോശമായ കാര്യങ്ങൾ ബംഗ്ലാദേശിലും കൂടെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുകയാണ്, അങ്ങനെ ഉണ്ടാകുന്ന ഒരു ന്യൂനപക്ഷ ആക്രമണം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യക്ക് ചുമ്മാ നോക്കിക്കാൻ സാധിക്കില്ല. കാരണം ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് ഉറപ്പായിട്ടും ഇന്ത്യയിൽ ഒരു സ്ട്രോങ് ഗവൺമെന്റ് ഉള്ളപ്പോൾ, മറിച്ച് ഇന്ത്യയുടെ ഒരു 80% ഹിന്ദു പോപ്പുലേഷൻ ഉള്ളപ്പോൾ ആ പ്രകാരം നോക്കിക്കാൻ സാധിക്കില്ല. അത് പല രീതിയിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാക്കുക തന്നെ ചെയ്യും. ഓക്കെ, ഈ ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് ശേഷം ബംഗ്ലാദേശിൽ ഉണ്ടായ 2 സംഭവ വികാസങ്ങൾ കൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തന്നെ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരാവസ്ഥയിലേക്കുള്ള ഒരു ചൂണ്ടുവലക കൂടിയാണ്. അതായത് ഈ ഷെയ്ഖ് ഹസീനയുടെ ഈ വസതി കൈയടക്കിയതിന് ശേഷം അവിടെ ഇരുന്ന് ഈ പറയുന്ന തീവ്രവാദികൾ സെൽഫി എടുക്കുന്നു, ഫോട്ടോകളൊക്കെ നാം കണ്ടതാണ്. പക്ഷെ ആ ദിവസം, അതിനോടനുബന്ധിച്ച ദിവസം തന്നെ ഈ അവിടുത്തെ പാർലമെന്റിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിനോട് ആഭിമുഖ്യമുള്ള ഒരു സംഘടന ഒരു പ്രൊട്ടസ്റ്റ്, ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തുകയുണ്ടായി. അതിൽ അവർ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, ദ ഓൺലി വേ ടു ലിബറേഷൻ ഈസ് ടു എസ്റ്റാബ്ലിഷ് ദി കാലിഫേറ്റ്. അതിനെ എതിർക്കാനോ അതിനെ തടയാനോ ആരും അവിടെ തയ്യാറായിരുന്നില്ല എന്നത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനമായിട്ട് ബംഗ്ലാദേശ് ആചരിക്കുന്ന ഓഗസ്റ്റ് 15 ബംഗ്ലാദേശിന് പൊതു അവധിയാണ്. ഈ പൊതു അവധി അവർ റദ്ദാക്കി. ആ ദിവസം അന്ന് അവധി റദ്ദാക്കി. അന്ന് നമ്മൾ ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ കണ്ടത് ആളുകൾ അവിടെ അദ്ദേഹത്തിന്റെ മരണത്തിൽ സന്തോഷിക്കുന്ന ഒരു ചിത്രമാണ് നാം കണ്ടത്. അപ്പോൾ റോബിൻ, അതവിടെ നിൽക്കുന്നു. മറ്റൊരു വശം കൂടി ചർച്ച ചെയ്തിട്ട് നമുക്ക് അതിന്റെ കൺക്ലൂഷനിലേക്ക് വരാം. ഈ ചൈനയുടെ ഒരു കളി അല്ലെ, അതുകൂടി നാം പറയേണ്ടിയിരിക്കുന്നു അല്ലെ. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുജീബുർ റഹ്മാന്റെ മരണത്തിൽ സന്തോഷിക്കുന്നവർ ആരാണ്? അത് പാകിസ്ഥാനോട് അനുഭാവമുള്ളവർ തന്നെയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രതിമ തകർക്കുകയും അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് മുകളിൽ മൂത്രമൊഴിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു രാജ്യം പോവുക എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അതിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങിയത് ഇപ്പം ഷെയ്ഖ് ഹസീന ആരോപിച്ചതുപോലെ തീവ്രവാദികൾ തന്നെയാണ്, പാകിസ്ഥാനുമായിട്ട് അനുഭാവമുള്ള ആളുകൾ തന്നെയാണ് ഈ പുറത്തിറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയുമായിട്ട് വളരെയധികം അടുപ്പമുണ്ട്. ചൈനയ്ക്ക് ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചൈനയിൽ നടക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയെ തകർക്കാനുള്ള എല്ലാ ആയുധങ്ങളും ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ മേടിക്കുന്നു. അങ്ങനെ പാകിസ്ഥാന്റെ ഗാദ്വാർ തുറമുഖം അടക്കം ബലൂചിസ്ഥാൻ മേഖലയിലുള്ളത് ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്ന സാഹചര്യം, അങ്ങനെ വളരെ വലിയ ഒരു ഇൻഫ്ലുവൻസ് ചൈനയ്ക്ക് പാകിസ്ഥാനിലുള്ളതായിട്ട് നമുക്കറിയാം. അതേ ഒരു സ്വാധീനത്തിലേക്ക് ബംഗ്ലാദേശ് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി കൊടുക്കുന്നത്, ബംഗ്ലാദേശിൽ നമ്മൾ ആസാം മേഖലയിൽ നമ്മൾ ഖനനം നടത്തുന്ന എണ്ണ പോകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. അതുപോലെ തന്നെ പരുത്തി അടക്കമുള്ള സാധനങ്ങൾ ബംഗ്ലാദേശിലേക്ക് കയറ്റി അടയ്ക്കുന്നു. $13 ബില്യൺ വ്യാപാരമാണ് ബംഗ്ലാദേശുമായിട്ടുള്ളത്. അങ്ങനെ ബംഗ്ലാദേശിന് ലാൻഡ് അതിർത്തി എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ചൈന ഈ മേഖലയിലേക്ക് കടന്നു വരികയും ബംഗ്ലാദേശിന്റെ ഈ അണ്ടർസ്റ്റിനെ അവരുടെ സ്വാധീനത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ അത് ഇന്ത്യക്ക് സമ്മാനിക്കാൻ പോകുന്നത് വളരെ വലിയ ഒരു തലവേദനയായിരിക്കും എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ഒരു ഇൻഫ്ലുവൻസ് പറയുമ്പോൾ പോലും ഇന്ത്യ ക്വാഡ് സഖ്യത്തിൽ, ചൈനയെ പ്രതിരോധിക്കാനുള്ള ക്വാഡ് സഖ്യത്തിൽ ഇന്ത്യയും അംഗമാണ് എന്നുള്ള വസ്തുതയുണ്ട്. അപ്പോൾ അങ്ങനെ ക്വാഡ് സഖ്യത്തിൽ അംഗമായിട്ടുള്ള ഒരു രാജ്യത്തിന് സ്വന്തം അതിർത്തി മേഖലയിൽ പുതിയൊരു തലവേദന കൂടി അമേരിക്ക എത്രത്തോളം സൃഷ്ടിക്കുമെന്നതിനെ കുറിച്ച് അറിയില്ല. കാരണം അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ശ്രദ്ധ ഇങ്ങോട്ട് മാറുകയും ക്വാഡ് സഖ്യത്തിന്റെ എഫക്റ്റീവ്നെസ് കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എത്രത്തോളം അതിന് സാധ്യമാകുമെന്ന് അറിയില്ല.
തീർച്ചയായും സെന്റ് മാർട്ടിൻസ് ദ്വീപിന്റെ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സെന്റ് മാർട്ടിൻസ് ദ്വീപില് അമേരിക്ക സൈനിക താവളം ചോദിച്ചു എന്നും ഷെയ്ഖ് ഹസീന ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കുറെ കാലം മുന്നേ തന്നെ ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആരും അത്ര വലിയ കാര്യമായിട്ടെടുത്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു വസ്തുതയും നിലനിൽക്കുമ്പോഴും എന്നാലും ഇന്ത്യക്ക് എത്രത്തോളം ഭീഷണിയായിട്ട് അമേരിക്ക ഈ മേഖലയെ മാറ്റും എന്നുള്ളതിനെ കുറിച്ചും ഒരു ചർച്ചയുണ്ട്. കാരണം ക്വാഡ് സഖ്യം ശക്തമായി നിലനിൽക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. അതായത് ഈ ചൈനയുടെ ഇൻഫ്ലുവൻസ് ബംഗ്ലാദേശിൽ കൂടുകയാണെങ്കിൽ നമുക്ക് ഒരർത്ഥത്തിൽ പറയാൻ സാധിക്കും, ഈ ഇറാൻ ഈ ലെബനനിലുള്ള അല്ലെങ്കിൽ ഹമാസ് പിന്നെ ഹിസ്ബുള്ള തുടങ്ങിയ പ്രോക്സികളെ വെച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പോലെ തന്നെ ഒരു പരിധിവരെയും ചൈനയ്ക്ക് അവരുടെ പ്രോക്സികളെ വെച്ച് ഇപ്പം ഈവൻ നമ്മുടെ ഈ ബംഗ്ലാദേശ് സൈഡിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സൈഡിലായിക്കോട്ടെ അവിടെ വെച്ച് ഒരു പരിധിവരെ ഇന്ത്യയെ വളരെ ഒരു അൺട്രസ്റ്റ് ആയ അവസ്ഥയിലേക്ക് വിടാൻ സാധിക്കും. അത് പാകിസ്ഥാനും ശ്രമിക്കാൻ സാധ്യത. പാകിസ്ഥാന്റെ പ്രോക്സികളാണല്ലോ ബംഗ്ലാദേശിലുള്ളത്. അത് കറക്റ്റാണ്. യെസ്, ഈ ഒരു വിഷയത്തിലെ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്. ഇന്ത്യ ജാഗ്രതയോടെ നീങ്ങേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീലങ്കയിൽ അരക്ഷിതാവസ്ഥയുണ്ട്, മാലദ്വീപിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നു, നേപ്പാളിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നു, ബംഗ്ലാദേശിൽ ഏറ്റവും ഒടുവിൽ നാം ചർച്ച ചെയ്തതുപോലെ ഇസ്ലാമിക ഭീകരവാദികളുടെ ഒരു അഴിഞ്ഞാട്ടത്തിലേക്ക് ബംഗ്ലാദേശ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത ശക്തമാക്കേണ്ടിയിരിക്കുന്നു. ബംഗ്ലാദേശിൽ ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ യാതൊരുവിധ ആക്രമണങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചില ഗൂഢ ലക്ഷ്യങ്ങൾ തന്നെയുണ്ട്. മാറുന്ന അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഒരു സുശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം അത് തീർക്കുന്ന ഒരു പ്രാധാന്യത, അല്ലെങ്കിൽ അത് രാജ്യത്തിന് നൽകുന്ന ഒരു പ്രാധാന്യത തീർച്ചയായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടി ഇരിക്കുന്നു. എന്തൊക്കെ വിഷയം വന്നാലും രാജ്യ സുരക്ഷയെ മുൻനിർത്തി മാത്രം ഒരു തീരുമാനങ്ങൾ എടുക്കുവാൻ, അത്തരം തീരുമാനങ്ങൾക്ക് മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഗവൺമെന്റ് എടുക്കുന്ന അത്തരം തീരുമാനങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും തീർച്ചയായിട്ടും സാധിക്കണം. ബംഗ്ലാദേശ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.